റിപ്പോർട്ടർ നാഷണൽ ബ്രേക്കിംഗ്. CBSE പോർട്ടൽ ഹാക്ക് ചെയ്തതായ റിപ്പോർട്ട്. HDFCക്ക് കീഴിലുള്ള പേയ്മെന്റ് സംവിധാനത്തിന് നേരെയാണ് സൈബർ ആക്രമണമുണ്ടായത്. ഇതുവഴിയാണ് ഉത്തരക്കടലാസുകൾക്ക് വിദ്യാർത്ഥികൾ ഉയർന്ന ഫീസ് അടയ്ക്കേണ്ടി വന്നത് എന്ന് കണ്ടെത്തൽ. 1 രൂപ മുതൽ 68,000 രൂപ വരെ ഫീസ് അടയ്ക്കേണ്ടി വന്നു എന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, CBSE പോലെ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന് നേരെ അറ്റാക്ക് ഉണ്ടാകുന്നു. HDFCയുടെ പേയ്മെന്റ് ഗേറ്റിന് നേരെയാണ് ഈ അതിക്രമം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നോ? മാധു, CBSEയുടെ റീവാലുവേഷൻ പോർട്ടലിന് നേരെയാണ് ഹാക്കിംഗ് നടന്നിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. കാരണം നേരത്തെ ഈ വിദ്യാർത്ഥികൾ അവരുടെ ഉത്തരക്കടലാസുകൾക്ക് വേണ്ടി പണം അടച്ചപ്പോൾ 1 രൂപ മുതൽ 68,000 രൂപ വരെ അടയ്ക്കേണ്ടി വന്നു എന്ന ചില റിപ്പോർട്ടുകളും ഇതുമായി ബന്ധപ്പെട്ട ചില അവരുടെ സ്ക്രീൻഷോട്ടുകളൊക്കെ വിദ്യാർത്ഥികൾ നേരത്തെ പങ്കുവച്ചിരുന്നു. ഇത്തരത്തിൽ ഒരു പേയ്മെന്റ് സംവിധാനം അടയ്ക്കേണ്ടി വന്നത്, ഇത്തരത്തിൽ തുക അടയ്ക്കേണ്ടി വന്നത് ഈ ഹാക്കിംഗ് ചെയ്തുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും ഈ പേയ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് HDFCയുടെ പേയ്മെന്റ് ഗേറ്റ് വേയിലാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് എന്ന് അറിയാൻ കഴിയുന്നു. അതിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ഉയർന്ന ഫീസ് നൽകേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രധാനമായും 50ഓളം വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ഈ സൈബർ ആക്രമണം ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് കാൺപൂർ IIT ഒപ്പം മദ്രാസ് IIT എന്നിവരെ വിദഗ്ധർ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നും പറയപ്പെടുന്നു. എന്താണെങ്കിലും നേരത്തെ പല ഘട്ടങ്ങളിൽ ഈ വെബ്സൈറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടായതാണോ ഇപ്പോഴത്തെ പരിസ്ഥിതി കാരണം സംശയങ്ങൾ HDFC വഴി ഇനി സാമ്പത്തിക ഇടപാടുകൾ വേണ്ടതില്ല എന്ന് CBSE തീരുമാനിച്ചോ താൽക്കാലികമായെങ്കിലും? നിലവിൽ ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ CBSE വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം വിദഗ്ധർ, പ്രത്യേകിച്ച് മദ്രാസ് IIT, കാൺപൂർ IIT എന്നിവിടങ്ങളിലെ വിദഗ്ധർ ഈ പ്രശ്നം പരിഹരിച്ചു എന്ന റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റേറ്റ് ബാങ്കുകൾ അടക്കമുള്ള, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള പ്രധാനപ്പെട്ട ബാങ്കുകളൊക്കെ ഈ ഗേറ്റ് വേയിൽ, ഈ പേയ്മെന്റ് ഗേറ്റ് വേയിൽ പങ്കാളികളുമാണ്. അതിൽ HDFCയുടെ ഗേറ്റ് വേക്കാണ് ആക്രമണം നേരിട്ടത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. മാധു, ശരി, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. മാത്രമല്ല, ഈ OSM-ൽ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സിസ്റ്റത്തിൽ അപ്പോൾ തന്നെ ഇതിന്റെ പരീക്ഷണ ഘട്ടത്തിൽ തന്നെ അതിൽ പിഴവുകളുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അത് നിഷേധിക്കുകയും ചെയ്യുന്നു CBSE. എന്തായാലും HDFCയുടെ പേയ്മെന്റ് ഗേറ്റിൽ നിന്നാണ് ഈ തരത്തിലുള്ള ഹാക്കിംഗ് ഉണ്ടായതെന്നും 68,000 രൂപ വരെ വിദ്യാർത്ഥികൾക്ക് അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം അങ്ങനെയാണ് ഉണ്ടായത് എന്നും CBSE ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. നോബൽ മാരിക്കാരൻ വിവരങ്ങൾ നൽകിയത്.